കോഴിക്കോട് നടന്ന ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മരിച്ച കൊണ്ടോട്ടി സ്വദേശി ഷിബിനെ അതിക്രൂരമായാണ് ഹിജാസ് കൊലപ്പെടുത്തിയത്. കഴുത്തിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പലതവണ കുത്തിയും മുഖം കല്ലുകൊണ്ടടിച്ച് വികൃതമാക്കിയുമാണ് മരണം ഉറപ്പാക്കിയിരുന്ന അന്വേഷണ സംഘം. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി ഹിജാസ് നൽകിയ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ. ഉറ്റ സുഹൃത്തായ ഷിബിനെ അതിക്രൂരമായാണ് ഹിജാസ് കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് പിന്നിലെ പ്രധാന വില്ലൻ ലഹരിയാണെന്ന അന്വേഷണ സംഘം കണ്ടെത്തിക്കഴിഞ്ഞു. ഹിജാസിനും ഷിബിനും തമ്മിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? അതാണ് അന്വേഷണ സംഘം നിലവിൽ പരിശോധിക്കുന്നത്. കൊല്ലപ്പെട്ട ഷിബിനും ഹിജാസും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. മുൻപും പലവട്ടം ഇരുവരും ചേർന്ന ബൈപ്പാസ് മേൽപ്പാലം പരിസരത്തെത്തി മദ്യപിച്ചിരുന്നു. എന്നാൽ മദ്യപിക്കുന്നതിനിടെ ഷിബിൻ തന്നോട് ലൈംഗികാതിക്രമം നടത്തിയതിനാലാണ് ഷിബിനെ കൊലപ്പെടുത്തിയതെന്നാണ് പിടിയിലായ ഹിജാസ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലീസിന് മൊഴി നൽകിയത്. ഹിജാസിന്റെ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച ഷിബിന്റെ കഴുത്തിന് പലവട്ടം കുത്തി. അരിശം തീരാതിരുന്ന ഹിജാസ് നിലത്ത് വീണ് പിടഞ്ഞ ഷിബിന്റെ മുഖത്തേക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന കല്ലുകൊണ്ടടിച്ചു. ജീവന് വേണ്ടി പിടഞ്ഞ ഷിബിന്റെ നിലവിളികളൊന്നും ഹിജാസിനെ കൊലപാതകത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. നടന്ന ക്രൂര കൊലപാതകത്തിലെ പ്രധാന വില്ലൻ ലഹരിയാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുകയാണ്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതി ഇജാസിന്റെ ബന്ധു അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ പ്രതികാരമായാണോ കൊലപാതകമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നടന്ന ക്രൂര കൊലപാതകത്തിന്റെ നടുക്കത്തിലും ആശങ്കയിലുമാണ് കോഴിക്കോട്ടെ രാമനാട്ടുകര നിവാസികൾ. നഗരത്തിൽ ലഹരി മാഫിയ വ്യാപകമാണെന്ന പരാതി നിലനിൽക്കെയാണ് ഈ ക്രൂര കൊലപാതകം. ജനം, കോഴിക്കോട്.